നിലമ്പൂരിലെ മഹാകുടുംബ സംഗമത്തിൽ അണിനിരന്ന എം.വി. ഗോവിന്ദൻ മാസ്റ്ററും എ. വിജയരാഘവനും ജോൺ ബ്രിട്ടാസ് എം.പി. അടക്കമുള്ള നേതാക്കളും വർഗീയതയ്ക്കെതിരെ വിശ്വാസികളെ അണിനിരത്തി പോരാടുമെന്ന് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. നിലമ്പൂരിൽ എം സ്വരാജിന്റെ വിജയത്തിനായി മഴയത്തും മഹാകുടുംബ സംഗമത്തിൽ അണിനിരന്നത് നൂറുകണക്കിന് പേരാണ്. CPIM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ള നേതാക്കൾ കുടുംബസംഗമത്തിൽ സംസാരിച്ചു. എല്ലാ വിശ്വാസികളെയും, അത് ഹിന്ദുവായാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും എല്ലാ വിശ്വാസികളെയും ചേർത്ത് വർഗീയതക്കെതിരായി പടപൊരുതുമ്പോഴാണ് കേരളം പോലെ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഒരു ജനതയുടെ ആവാസ കേന്ദ്രമായി നമുക്ക് ഈ നാടിനെ നിലനിർത്താനാവുക. നിലമ്പൂരിൽ എം സ്വരാജിന്റെ വിജയം ഉറപ്പെന്ന് CPIM PB അംഗം എ. വിജയരാഘവൻ പറഞ്ഞു. ഏറ്റവും ജമാഅത്തെ ഇസ്ലാമിനെ പിടിച്ചിട്ട് ജയിക്കാച്ചിട്ട് നടക്കുക. നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കൊള്ളണം, ആരെ പിടിച്ചാലും UDF നിലമ്പൂരിലും ജയിക്കൂല, കേരളത്തിലും ജയിക്കൂല. കോൺഗ്രസിന്റെ നുണകൾ നിലമ്പൂരിൽ മത്താപ്പ് പോലെ പൊട്ടുകയാണെന്ന് ജോൺ ബ്രിട്ടാസ് MP വ്യക്തമാക്കി. നിലമ്പൂരിലുള്ള എന്റെ സഹോദരന്മാരോട് പറയുന്നത്, ഈ പോരാട്ടത്തെ നിങ്ങൾ 8 മാസത്തെ ഒരു ജനപ്രതിനിധിയെ കണ്ടെത്താനുള്ള ഒരു തെരഞ്ഞെടുപ്പായി കാണരുത്. നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ ബന്ധുമിത്രാദികൾക്കും സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുന്ന ഒരു നാടായി ഈ ഭൂമിയെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയായിട്ട് വേണം ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണാൻ. പെൻഷൻ കൈക്കൂലിയാണെന്ന് ആരോപിച്ച KC വേണുഗോപാലിനെതിരെ ജനങ്ങൾ പ്രതികരിക്കുമെന്ന് CS സുജാത പറഞ്ഞു. ഞങ്ങളുടെ ജീവിതം ഈ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇത് ഞങ്ങൾക്കൊരു സഹായം തരുന്നതായി. അതുകൊണ്ട് ഞങ്ങളെ കൈക്കൂലിക്കാരാണെന്ന് ആക്ഷേപിച്ച കോൺഗ്രസ് നേതാവിന്റെ നിലപാടിനെതിരെ ഞങ്ങൾ തെരുവിലിറങ്ങും. ഈ മണ്ഡലത്തിലെ സഹോദരിമാരും പറഞ്ഞു, ഞങ്ങളെ ആക്ഷേപിച്ച കൂട്ടർക്കെതിരെ കൃത്യമായ മറുപടി ഞങ്ങൾ ബാലറ്റിലൂടെ കൊടുക്കും. കൈരളി ന്യൂസ്, നിലമ്പൂർ.